ഞാന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഈ പണിക്ക് പോകുന്ന ആൾക്കാര് ഷോർട്ട് കട്ട്സ് എടുത്ത് എന്താ ജോലി സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിനെ കുറിച്ച്. ഇന്ന് ഞാൻ അതുമായിട്ട് കണക്റ്റഡ് തന്നെ വേറൊരു കാര്യം പറയാനാണ്. ഇന്ന് ഞാൻ രാവിലെ വായിച്ചൊരു ന്യൂസാണ്. നമുക്ക് എപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് ഇസ് റോസി ഓൺ ദ അതർ സൈഡ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രുതി ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് കണ്ടു. ദുബായിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളോടൊരു 1 lakh ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യണം എന്ന് റൂളുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ആ 1 lakh കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അത്രയും അവിടെ എക്സ്പെൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. അവിടെ നമ്മൾ പൈസ ഇല്ലാണ്ട് നമുക്ക് അവിടെ നിൽക്കത്തില്ല. വാടകയും എല്ലാം കൂടെ കണക്റ്റഡ് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് അവിടെ ഒരു ചെലവ് വരുന്നത് അത്രയൊക്കെ ഓണം വരും. അതുകൊണ്ടാണ് ഈ 1 lakh കീപ്പ് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഞാൻ വായിച്ച ന്യൂസ് എന്താന്ന് പറഞ്ഞാല്, ഇതുപോലെ പത്തനംതിട്ട എങ്ങാണ്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. അവര് അവിടെ പോയി എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 4-5 years ആയെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അവിടേക്ക് പോയിട്ട്. അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു വയ്യാഴിക വന്നു, കിഡ്നിക്ക് എന്തോ സം പ്രോബ്ലം വന്നു. ഹി വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹി വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 2 months. ഇപ്പൊ പുള്ളിക്കാരൻ മരിച്ചുപോയി. അവർക്ക് 3 മക്കളുണ്ട്. അതിൽ മൂന്നാമത്തെ കുട്ടിയുടെ ഉണ്ട് അവിടെ എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും അവർ എടുത്തിട്ടില്ല കേട്ടോ. വിസ ഇല്ല. അമ്മ എങ്ങോട്ട് കൂടെയുണ്ട്. ഇപ്പം ആള് മരിച്ചു പോയി കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് ബോഡി കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കുറെ പ്രശ്നങ്ങളുണ്ട്. അവർ ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് വീടിന്റെ വാടക കൊടുത്തിട്ട് 4 months ആയിന്ന്. നമുക്ക് ഇവിടെ നോക്കുക, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്താ അപ്പുറത്ത് അവര് ദുബായിൽ ദേ ആർ മിൻറ്റിങ് മണി എന്നാണ് നമ്മുടെ വിചാരം. ബട്ട് അവര് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരും ഇങ്ങോട്ടേക്ക് പൈസ അയക്കുന്നത്, അവിടുത്തെ ചൂട് സഹിച്ചിട്ടും ഇതൊക്കെ. പക്ഷെ നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്താ പറഞ്ഞാൽ, നമുക്കെല്ലാം ഭംഗിയായിട്ട് കിട്ടുമ്പോൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. മറ്റേ ആളുടെ സഫറിങ് എന്താ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ.